സമയം ഒരു 7:30 ആയിട്ടേ ഉള്ളൂ. ചോറ് വേവാനായിട്ടുണ്ട്. അപ്പം ഞാൻ 1 കിലോ അരി ഇട്ടിട്ടുണ്ട്. കാരണം 5-6 പണിക്കാരുണ്ട്. ഞാൻ മുകളിൽ 2ാം നിലേൻ്റെ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചോറ് കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ട് വേണം എനിക്ക് ക്ലിനിക്കിൽ പോകാൻ. അപ്പോൾ ചോറ് ഇവിടുന്ന് ആകട്ടെ. പിന്നെ പണിക്കാർക്ക് രാവിലെ കഞ്ഞിയായിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പുഴുക്ക് ആക്കിയിട്ടുണ്ട്. മമ്പയർ പുഴുക്ക്. പണിക്കാർക്കും നമുക്കും കൂടിയിട്ട് ഞാൻ ഒരു തോരനും കൂടി വെക്കാമെന്ന് വെച്ചിട്ടാണ്. കാബേജ് തോരൻ അരിഞ്ഞിട്ടുണ്ട്. വേഗം റെഡിയാക്കട്ടെ തോരൻ. ചായക്ക് കടി നമ്മളാക്കിയത് പുട്ടാണ്. പിന്നെ പുഴുക്കിൻ്റെ കുറച്ചും കൂടി എടുത്ത് പുട്ടിന്. ജലദോഷം വന്നിട്ട് എന്തെല്ലോ പോലെ ഇങ്ങനെ പൊടിയെല്ലാം അടിച്ചിട്ട് അപ്പോൾ പനി പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ പണിക്കാരിലുകൊണ്ട് പിന്നെ എല്ലാം ആക്കണം. ഈ ജലദോഷം വന്നാൽ തന്നെ എന്തോ പോലെയാണ്. ഇപ്പം തന്നെ മുഖമെല്ലാം നീര് വെച്ച പോലെയുണ്ട്. അത് വാർപ്പിൻ്റെ ഗ്രൗട്ടോ അതും ഇതെല്ലാം ടൈലായിട്ട് നല്ലോണം പണിയുണ്ടായിരുന്നു. അടിച്ചു വാരി വൃത്തിയാക്കല്ലോ അവർ മുട്ടും പലകയെല്ലാം അയച്ചതിന് ശേഷം. അപ്പം അതെല്ലാം ക്ലീനാക്കി നോക്കുമ്പോൾ ഭയങ്കര ജലദോഷമായി. ഇനിയിപ്പോൾ ക്ലിനിക്കിലേക്ക് പോകണോ? അതിൻ്റെ മുമ്പ് വേഗം ചോറും കറിയെല്ലാം ആക്കട്ടെ. രാവിലെ തന്നെ പണിക്കാരെത്തിയിട്ടില്ല. 8 മണി ആയിട്ടേ ഉള്ളൂ. അവരിപ്പോൾ എത്തും. അച്ചാറുണ്ട്. പിന്നെ ഒരു കൊണ്ടാട്ടവും കൂടി ആക്കട്ടെ. കഞ്ഞിക്കാണെങ്കിലും പഞ്ചാര കൊടുക്കാതെ. നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല പുളിയുള്ള. അപ്പോൾ ഒരു ചെമ്മീനും മാങ്ങ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി ഇറക്കട്ടെ. ചെമ്മീനും മാങ്ങയും ചമ്മന്തി. പുഴുക്കും ഉണ്ട്. പിന്നെ അച്ചാറുണ്ട് കഞ്ഞിക്ക്. പിന്നെ കുട്ടികൾക്ക് പുട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്മാവും കൂടി ആക്കുന്നുണ്ട്. അതാട്ടെ കട്ടെ. അവർക്കല്ല, ഏട്ടന്. റവ ഒന്ന് ചൂടാക്കട്ടെ.
കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാനിനി ഒരു 7 മണിയെല്ലാം വൈകുന്നേരം, അതുകൊണ്ട് ഇനി ഇതാക്കി വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടുന്ന് കല്ല് മുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. മീന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകിയിട്ടുണ്ട്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉള്ളി, നല്ലോണം ഒന്ന് അരക്കട്ട്. മീന് ഞാൻ നത്തൽ പൊരിക്കാനും മേടിച്ചിട്ടുണ്ട് പണിക്കാർക്ക്, പിന്നെ അയല ചാറാക്കാൻ, തേങ്ങ അരച്ചിട്ട് ചാറാക്കാൻ. ഇനി ഇത് വേഗം നന്നാക്കട്ടെ. ഇനി മീൻ കറി ആക്കിയിട്ട് തേങ്ങ അരച്ചിട്ട് ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട്. തേങ്ങ അരച്ച് ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുടംപുളിയും കൂടി കഴുകിയെടുക്കും. പുളിയിട്ടിട്ട് പുളിവെള്ളം തിളക്കുന്നുണ്ട്. ഇനി മീനെടുത്തിട്ട് ഇനി മീൻ ഇവിടുന്ന് ആകട്ടെ. ആ സമയത്തേക്ക് നത്തൽ വറുക്കാനും വേണ്ടി ആക്കട്ടെ. ഇതിനി പൊരിക്കട്ട് വേഗം. മീൻകറി നല്ലോണം തിളക്കുന്നുണ്ട്. മീൻ കറി ആയിട്ടുണ്ട്. മീൻ ഇവിടുന്ന് പൊരിയുന്നുണ്ട്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.